സാർ, ഈ റോയി മരിച്ച സമയത്ത് CJ റോയി ഒരുപാട് പേര് വലിയ അഭിപ്രായമൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. പക്ഷെ ഈ മരണസമയത്ത് ആരെയും കണ്ടില്ല. അതായത് ഈ പറഞ്ഞവരും നിന്നവരും ഒന്നും മരണസമയത്ത് എത്തിയതായിട്ട് കണ്ടില്ല. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. മാത്രമല്ല, ഈ ആദ്യം CID ആണ് അന്വേഷിച്ചത്. പിന്നെ അത് പെട്ടെന്ന് SIT മാറി. ഇപ്പൊ SIT ആണ് അന്വേഷിക്കുന്നത്. കുടുംബം പറയുന്നു മതി, ഇവിടെ വെച്ച് നമുക്ക് എല്ലാം അവസാനിപ്പിക്കും. നാളെ, അതായത് ചൊവ്വാഴ്ച, കുടുംബം ഒരു പ്രസ് മീറ്റ് ഒക്കെ വെച്ചിരുന്നു. അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അതിന് പിന്നിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത്തരത്തിൽ നീങ്ങുമ്പോൾ ഈ പരാതിയൊക്കെ കൊടുക്കുന്നതിന് മുൻപേ തന്നെ കർണാടക സർക്കാർ അങ്ങ് അന്വേഷിച്ചു തുടങ്ങി. അതായത് മോദിയുടെ ചട്ടകവുമായി പ്രവർത്തിക്കുന്ന EDയും പിന്നെ ആദായ നികുതി വകുപ്പൊക്കെയാണ് റോയിയുടെ മരണത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതൊരു ദുരൂഹതയാണ്. എന്താണ് ഈ ഇത്രയും സൗഹൃദ വലയങ്ങളുള്ള, ഒരുപാട് ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിക്കുന്ന, ഒരുപാട് ഫ്രണ്ട്സും സുഹൃത്തുക്കളും ഒക്കെയുള്ള റോയിയെ കാണാൻ ഈ കൂട്ടുകാരും വരാത്തത്? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു, ഈ മരണത്തിന് ശേഷം ഇവിടുത്തെ ഒരുപക്ഷെ കേരളത്തിലെ CPM അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ പറഞ്ഞ് മോദി ശ്വാസം മുട്ടിച്ച് കൊന്നു, അല്ലെ മോദി റോയിയെ കൊന്ന പോലെ. എന്നുവെച്ചാൽ ഒന്നുമില്ല, കഴിഞ്ഞ ഒരു നവംബർ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം, ഈ മാസത്തിന് 3 മാസം പുറകിൽ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കണക്കുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു വലിയ പ്രസ്ഥാനമല്ലേ നടത്തുന്നത്. ഇപ്പോൾ പറയുന്നത് എത്ര 9,000 കോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ്. അപ്പം 9,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരാളുടെ കണക്ക് ഒരുപക്ഷെ കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുന്നത് വളരെ ചുരുങ്ങിയ ആഴ്ചകൾ തോറും നിരീക്ഷിക്കുന്നുണ്ടാവും, അല്ലെ വലിയ ഫണ്ട് കയറി ഇറങ്ങുന്നതിൻ്റെ. അപ്പോൾ അത്തരത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് പരിശോധനയ്ക്കകത്ത് കുഴപ്പം കണ്ടിട്ടാണല്ലോ വളരെ നേരത്തെ, അല്ലെങ്കിൽ ഒരു 3-4 മാസം മുമ്പ് ഇയാളടുത്ത് പറയുന്നത്. പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒരവസ്ഥ ഇല്ല. അതിനുവേണ്ടി കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ നിന്നാണ് പിന്നെ ഒരുപക്ഷെ പരിശോധനയ്ക്ക് വേണ്ടി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇയാൾ മേടിച്ച സ്റ്റേ അഴിപ്പിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി പരിശോധന നടക്കുന്നു. അപ്പം മാത്രവുമല്ല, ഇതിനകത്ത് ഈ പറയുന്നതിനകത്തൊന്നും സത്യമില്ലെന്നുള്ളൊരു കാര്യം പറയും. സാധാരണ ഒരു റെയ്ഡ് വന്നാൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സാധാരണ ഒരു റെയ്ഡ് വന്നാൽ ആയുധങ്ങൾ മാറ്റി നിർത്തുന്ന അവസ്ഥയുണ്ട്. ഇയാൾക്ക് ആയുധം ഉപയോഗിക്കാൻ പറ്റിയെങ്കിലും ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഇയാളുടെ ഫോണിനകത്തു നിന്ന് ബിഗ് ട്രബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും തന്നെ വളരെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇയാൾക്ക് മാന്യമായിട്ട് ഇടപെട്ടു എന്നുള്ളതല്ലേ അതിനകത്ത് തെളിയുന്നത്. മാത്രവുമല്ല, ആദായ വകുപ്പ് റെയ്ഡിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ വീട്ടിൽ ചെല്ലുന്ന സമയം തൊട്ട് ഈ പറയുന്ന ആൾ 3, 4, 5 ക്യാമറ വെച്ച് എല്ലായിടത്തെയും പരിശോധന വളരെ കൃത്യമായിട്ട് അവർ റെക്കോർഡ് ചെയ്യാറുണ്ട്. ആ റെക്കോർഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കത് വേണ്ട വിധത്തിൽ കോടതിയിലും മറ്റു പലയിടത്തും ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ ഈ കാണിച്ചതിനകത്ത് കള്ളത്തരം ഒന്നും ഇല്ലെന്ന് വ്യക്തത വരുത്തുന്നതിനും ഒക്കെയാണ്. അപ്പം ഇതെല്ലാം നടന്നു കഴിഞ്ഞു. റോയി ആത്മഹത്യ ചെയ്തപ്പോൾ റോയി കാച്ചിയതാണ്, അല്ലെങ്കിൽ ഈ അനാവശ്യമായിട്ടൊരു മാന്യമായ ബിസിനസ് നടത്തുന്ന ഒരു വലിയ വ്യക്തിയെ നരേന്ദ്രമോദിയുടെ EDയും അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികൾ കൂടി കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്നവർ തന്നെ ഇല്ലയോ നീരജ് മോദി ഇവിടുന്ന് കയറ്റി വിട്ട് അവിടെ വീട് വെച്ച് കൊടുത്തേക്കുന്നു ലണ്ടനിൽ. പിന്നെ എന്തോ വിജയ് മല്യയ്ക്ക് അവിടെ വീട് വെച്ച് കൊടുത്തേക്കുന്നു ലണ്ടനിലാന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണല്ലോ. ഇത് പുറകോട്ട് പരിശോധിക്കാൻ പറയുന്നത് അത് കേട്ടു പോകുന്നത്. പ്രസംഗത്തിൽ ചോദ്യമില്ലെന്ന് പറയുന്നത് പറയുന്നത് കേട്ടാന്നല്ലോ നമ്മൾ പോകുന്നത്. പുറകോട്ട് പരിശോധിക്കുമ്പോൾ നീരജ് മോദിക്കാരാ ലോൺ കൊടുത്തേ, വിജയ് മല്യക്കാരാ ലോൺ കൊടുത്തേ, ഈ വാർത്ത ഉണ്ടാക്കുന്നതിനും കടക്കുന്നതിനും ആരാണ് അവസരം കൊടുത്തതെന്നൊക്കെ നോക്കുമ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ. അപ്പം ആ ഒരു അവസരം അവസരോചിതമായിട്ട് കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരു രീതിയുണ്ട്. മാത്രമല്ല, പിന്നെ ഒരു ദുരൂഹതയുണ്ട് ഇദ്ദേഹത്തിൻ്റെ. ഏതായാലും ഈ മരണം പണ്ടൊക്കെ ആണെങ്കിൽ ഈ ക്രിസ്ത്യാനികളെ മരിക്കുന്ന ആത്മഹത്യ ചെയ്യുമ്പോൾ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ തെമ്മാടിക്കുഴിയൊന്നുമില്ല, ആ രീതിയൊക്കെ മാറി, ആ ദുരാചാരമൊക്കെ മാറി. ഇദ്ദേഹത്തിൻ്റെ ആഡംബര റിസോർട്ടോ അവിടെയാണ് ഇദ്ദേഹത്തിന് ചിതയൊരുക്കി പള്ളിയിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് തിരിച്ചുകൊണ്ട്. അതെന്താ അവിടെ ചെയ്തത്? അതെന്താ പുള്ളി അത്തരത്തിൽ ആഗ്രഹിച്ചത്? മാത്രമല്ല, തന്നെ ചോദിച്ചൊരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തിയുണ്ട്. ലോകം മൊത്തം ബിസിനസ് ചെയ്യുന്നവൻ, ദുബായിലാണ് ഇദ്ദേഹം വളരെ കാലമായിട്ട് താമസിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ബിസിനസ്സിനപ്പുറം എന്തോ വലിയ ബിസിനസ് രാജ്യാന്തര രീതിയിൽ തുടങ്ങുന്നതിനും അതിൻ്റെ പ്രൊമോഷനും വേണ്ടി ദുബായിൽ നടത്തിയ അല്ലെങ്കിൽ പ്രൊമോഷൻ പാർട്ടി അല്ലെങ്കിൽ മീറ്റിംഗ് അത് കേന്ദ്ര നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു. ഇപ്പോഴദ്ദേഹത്തിന് ആത്മഹത്യാ കുറിപ്പിനകത്തുണ്ടെന്ന് പറയുന്നു. ഞാൻ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിച്ച ബിസിനസ്സിനകത്തൊക്കെ പാളിച്ച വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഫണ്ടിനകത്ത് കുഴപ്പങ്ങൾ വന്നിരിക്കുന്നുള്ള രീതി വരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു ഇത് വേണ്ട, അന്വേഷിക്കേണ്ട. മാത്രവുമല്ല, ഇത്രയും വലിയ ആൾ, ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം
വളരെ പെട്ടെന്ന് തന്നെ സംസ്കരിച്ചല്ലോ. വെടിവെച്ചു, ഇന്നലെ എത്ര 24 മണിക്കൂറിനകം സംസ്കരിച്ചു. ഇത്രയും സ്പീഡിൽ സംസ്കരിച്ചതിൻ്റെ കാര്യം എന്തോ? ഇദ്ദേഹത്തിനെ ഒരുപക്ഷെ മരിച്ചെന്നറിയുമ്പോൾ ഇവിടുത്തെ ആരും പോയിട്ടില്ല കേട്ടോ, ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും പോയിട്ടില്ല. കാരണം റോയിയെ അറിയാൻ വയ്യാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെന്നോ ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹമായിട്ട് ബന്ധം ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെന്ന് തോന്നുന്നില്ല. BJP-ക്കകത്തുണ്ടാവും, കോൺഗ്രസിനകത്തുണ്ടാവും, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടാവും. കാരണം എല്ലായിടത്തും ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഒരു ചാനലിരുന്ന് പറയുന്നത് കേട്ടു. 15 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം റോയിയെ കാണാൻ വേണ്ടി റോയിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഇപ്പോഴത്തെ CPM-ന്റെ ദേശീയ സെക്രട്ടറിയുടെ ഒരു കോള് വന്നിട്ട് എൻ്റെ കുറച്ച് ആളുകൾ ഒരു 25 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ അത് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആൾ വന്നു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര ബന്ധമുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ബന്ധമുണ്ട് പറയുന്നത് പോലെ പൈസ കൊടുക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒക്കെ ഇതുപോലെ വ്യവസായികളുടെ നിന്നൊക്കെ പൈസ മേടിക്കാറുണ്ട്. അതിന് കാരണം വ്യവസായികൾക്ക് വേണ്ട രീതിയിൽ ആനുകൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടും അല്ല നൂലമാലകൾ കിടക്കുന്നതൊക്കെ പെട്ടെന്ന്. അപ്പം ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? സാധാരണ ഇത് കാണാൻ അവസരം ഒരുക്കാറുണ്ട്. കാരണം മരണത്തിൽ പോലും കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടിരുന്ന ഭാര്യ, അല്ലെങ്കിൽ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരുന്ന ഭാര്യ, അവരെ പറ്റിയൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമില്ല. അപ്പം ഈ മരണവും ഒരു ഞങ്ങൾക്ക് ഇത്രയും സ്വാധീനമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാലം, അതായത് ഇന്ന ആളുകളൊക്കെ വരുമ്പം ഇദ്ദേഹത്തിന് വെളിയിലൊക്കെ വലിയ ബന്ധമുള്ളതല്ലേ, വൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ളതല്ലേ, വൻ ബിസിനസ്സുകാരുമായിട്ട് ബന്ധമുള്ളതല്ലേ. ഇദ്ദേഹത്തിന്റെ നിങ്ങൾ കണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ വണ്ടിയുടെ പുറകിൽ ഇത് ആഡംബരം കാണിക്കത്തില്ലെന്നല്ല പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം എടുത്തുകൊണ്ട് വന്ന വണ്ടിയുടെ പുറകിൽ ഇദ്ദേഹത്തിന്റെ മൊത്തം വണ്ടി വാലേ വിട്ടേക്കുക. കണ്ടായിരുന്നു? എല്ലാ റോൾസ് റോയ്സും അയാൾ ഉപയോഗിച്ചിരുന്ന വലിയ ആഡംബര വണ്ടികൾ മൊത്തം അതിന്റെ പുറകെ വിട്ടേക്കുക. എന്ന് വെച്ചാൽ പുള്ളിയെ അനുഗമിക്കുന്നു. ഇതെന്താ അനുഗമിക്കുന്നത്? അപ്പൊ അതും ഒരു ആഡംബരമായിട്ട് വേണമെങ്കിൽ കാണാം. ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം പെട്ടെന്ന് സംസ്കരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം 24 മണിക്കൂർ പോലും വെച്ചേക്കാതെ പെട്ടെന്ന് സംസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ സംസ്കാരം ഇത്രയും പെട്ടെന്നാക്കിയത് ആരെങ്കിലും എവിടുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ ബന്ധം വെച്ച് വരുന്ന ആൾക്കാരെ നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുള്ളവർ, അതായത് ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന് പുറത്തുള്ള ബന്ധത്തിനകത്ത് സുതാര്യതയില്ലാത്തൊരവസ്ഥ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സുതാര്യമായിട്ട് അല്ലെങ്കിൽ മാന്യമായിട്ട് ബിസിനസ് ചെയ്ത ഒരാളാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ മൊത്തം നിരന്ന് അവിടെ നിന്നേനെ. ഇത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാരും അവിടെ ഇല്ല. എല്ലാവരും ഒളിവിൽ പോകുന്ന ഒരവസ്ഥ, മൃതദേഹം പെട്ടെന്ന് സംസ്കരിക്കുന്ന ഒരവസ്ഥ, പള്ളി മാറ്റി പുള്ളിയുടെ റിസോർട്ടിൽ സംസ്കരിക്കുന്ന ഒരവസ്ഥ, അല്ല മൊത്തത്തിൽ ഈ അന്വേഷണം ഇനിയും വേണ്ടാന്ന് പറയുന്ന ഒരവസ്ഥ. മകൻ പറയുന്നു നാളെ പത്രസമ്മേളനം നടന്നു, ഇപ്പോൾ പത്രസമ്മേളനം മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥ. അതായത് റോയിയുടെ മരണത്തിന് പുറകിൽ റോയിയെ മരിച്ചു, റോയിയെ ഉപയോഗിക്കാത്തവരാരുമില്ല, റോയി ഉപയോഗിക്കാത്ത രാഷ്ട്രീയക്കാരില്ല, റോയിക്ക് ബന്ധമില്ലാത്ത ബിസിനസ്സുകാരില്ല, റോയിയെ പറ്റി മോശമായിട്ട് പറയാൻ ഇപ്പോഴും ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും മടിക്കുന്നതെന്ന് പറയാൻ നാളെ കാലത്തെ റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പരസ്യം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹം കൊടുത്ത ആ ആനുകൂല്യങ്ങളെ ഭയന്നാണല്ലോ. റോയിക്ക് ബന്ധമില്ലാത്ത സിനിമാ താരങ്ങളില്ല. സിനിമാ താരങ്ങളില്ല. പക്ഷെ ആരും റോയിയുടെ മരണത്തിന് പോയിട്ടില്ല. ആരും വലിയ അനുശോചനം രേഖപ്പെടുന്നതായിട്ട് നമ്മൾ മോഹൻലാലും പറഞ്ഞായിട്ട് കേട്ടു. റോയിയുടെ അടുത്ത ബന്ധുവാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രധാനപ്പെട്ട ആൾക്കാർ കേരളത്തിൽ നിന്നുള്ളവർ അന്വേഷിക്കണം. എന്നാലും മുഖ്യമന്ത്രി പറഞ്ഞു അത് കേരളക്കാരനേതല്ല, അല്ലാതെ അതിന്റെ പുറകിൽ നിന്നൊരു ഫയറിംഗ് ഒന്നും നടത്തുന്നില്ല. അപ്പോൾ എന്തോ വിഴുങ്ങുന്നു, എന്തോ ഒളിക്കുന്നു, അല്ലെങ്കിൽ അത് കുടുംബക്കാരും ശ്രമിക്കുന്നു. ഇനിയൊന്നും അതങ്ങോട്ട് വിശാലമായിട്ട് ആരും പോകണ്ട, അല്ലെങ്കിൽ ആരും അന്വേഷിക്കേണ്ട. ഇത് നാളെ കാലത്തെ അന്വേഷിച്ച് വെളിയിൽ വന്ന റോയിയുടെ ബിസിനസ്സിന്റെ പിറകിൽ ഇതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടായിരുന്നു എന്നൊക്കെ വന്നാൽ റോയിയെ താങ്ങിയവരെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ. ഒരു പക്ഷേ രാഷ്ട്രീയക്കാരൻ അത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ മാന്യമായ ഇമേജും ഒക്കെ നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് മറച്ചു പിടിച്ച് നടക്കുന്ന ആൾക്കാരുടെ പൂച്ചു വെളിയിലാവുന്ന ഒരു അവസ്ഥയിലേക്കും. ഏതായാലും റോയിയുടെ കൂടെ നിന്നവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആനുകൂല്യം പിടിച്ചു പറ്റിയവർ ഒന്നും അദ്ദേഹം മരിച്ചതിന് ശേഷം വന്നിട്ടില്ല. മാത്രവുമല്ല, ഇതിനകത്ത് നാളെ കാലത്തെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതുപോലെ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം കൂടെ അതിന്റെ പുറത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഉണ്ടാകുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ റോയിയുടെ മരണത്തിന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഭാര്യയുടെയും മക്കളുടെയും അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട നടത്തിപ്പുകാരുടെയും മുമ്പിൽ നിൽക്കാൻ വേണ്ടി ക്യൂ പാലിക്കുന്ന രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും ഒക്കെ കാണേണ്ടി വരും. ഏതായാലും മൊത്തത്തിൽ ദുരൂഹതയുണ്ട്.
നരേന്ദ്രമോദിയെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ വ്യക്തത വരുത്തി വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നു. ഇപ്പോൾ CID ഒക്കെ അന്വേഷിക്കുന്നു പറഞ്ഞു, CID മാറ്റിട്ട് എന്തോ SIT ആക്കി. ഇപ്പൊ എന്തോ തോത് കുറച്ചുകൊണ്ട് വരുവാണ്. അതായത് പറയുന്നത് ഇപ്പൊ സിദ്ധരാമയ്യ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് പറയുന്നത്. അത് ആരോടും പറയാതെ അവർ തന്നെ അങ്ങ് അന്വേഷിക്കുന്നു. അല്ല, അവരന്വേഷിച്ചോട്ടെ, അവിടെ നടന്ന കാര്യമല്ലേ. അവരന്വേഷിക്കുമ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾക്ക് വ്യക്തത വരണം. മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് റോയ് മനസ്സിലാവുന്നത്. NIA അല്ല റോയിയെ പിടിച്ചു വെച്ചത്. NIA അവൻ ആത്മഹത്യ ചെയ്തില്ല, ചലിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ED അല്ല, CBI അല്ല, ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ അന്വേഷണത്തിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഫൈൻ അടച്ചാൽ തീരും, അല്ലെങ്കിൽ ഫൈൻ എഴുതി വിടും, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലും പോകത്തില്ല. അപ്പോൾ നിഗൂഢതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇതുപോലെ തന്നെ ഇതേപോലെയുള്ള ഒരു മരണമുണ്ട്, എങ്ങും എത്താതെ എവിടെയും എത്താതെ ആരും ചർച്ച ചെയ്യാതെ ആർക്കും ഒന്നും മനസ്സിലാവാൻ നടന്നത്. ശശി തരൂരിന്റെ ഭാര്യ, മനസ്സിലാവുന്നുണ്ടോ? ശശിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ പേര് സുനന്ദ പുഷ്കർ. ഇന്റർനാഷണൽ മർഡർ. നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ റഷ്യ ചില ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ അതേ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, തെളിവുകൾ പോലും. ഇത് 7 സ്റ്റാർ ഹോട്ടലിൽ ഇവർ മരണമടയുന്നു. CCTV ദൃശ്യം അവർ മരണമടയുന്നതിന്റെ പിറകിൽ അന്ന് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കൊന്നതാണെന്ന് തന്നെയാണ് പറയുന്നത്. ദുരൂഹത പലതും ഉണ്ടായിരുന്നില്ല. അതൊരു ശശി തരൂരിന് പോലും അറിയാം ആരാ കൊന്നതെന്ന്. പക്ഷേ ശശി തരൂരിന് പോലും അത് വ്യക്തത വരുത്തി പറയാൻ പറ്റത്തില്ല. കാരണം ശശി തരൂര് പോലും ഈ കൊലപാതകങ്ങളുടെ മുമ്പിൽ നിസ്സാരനാണെന്ന് വിചാരിച്ചാൽ മതി. അത് ഇന്റർനാഷണൽ കൊലപാതകം. അവർ ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട IPL ബന്ധപ്പെട്ട് അതുവരെ അത് കയ്യാളിക്കൊണ്ടിരുന്ന ആൾക്കാരെ മറികടന്ന് ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് അത് കൈക്കലാക്കാൻ ശ്രമിച്ചു. മനസ്സിലാവുന്നുണ്ടോ? കോടികളുടെ ഇടപാടാണ് അത്. ഇന്റർനാഷണൽ രീതിയിലുള്ള ബിസിനസ്, അത്തരത്തിലുള്ള ലോബികളാണ്. അപ്പം അവർ വേണ്ട എന്ന് അവർ തീരുമാനിച്ചോ എന്നൊക്കെയുള്ള വാർത്ത അന്ന് വരുന്നുണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒരിക്കലും വെളിയിൽ വരുന്ന ഒരവസ്ഥയില്ല. അത് അതേ രീതിയിലുള്ള ആൾക്കാരായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ വലിയ ഇന്റർനാഷണൽ മാഫിയ വരും. അപ്പോൾ ഇതും ഇടത്തോളം ഇതിനകത്ത് റോയ് തന്നെ വെടിവെച്ച് വന്നു. പക്ഷെ റോയ്ക്ക് മരിച്ചില്ലെങ്കിൽ പിന്നൊരു ജീവിതം ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല. ഒന്നുകിൽ ജയിലഴി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതെ എങ്ങനെയായാലും മരണം ഉറപ്പാണ്. അത് റോയ്ക്ക് അറിയാം. റോയ് അങ്ങനത്തെ ഗെയിമിന്റെ ആളാണെന്ന് പുറകോട്ട് പരിശോധിക്കുമ്പോൾ അറിയാം. മനസ്സിലാവുന്നുണ്ട്. ഇതുവരെയുള്ള മുച്ചീട്ട് കളിക്കാരൻ്റെ ഒരു അതേ അവസ്ഥയിൽ ബിസിനസ്സിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു, റിസ്ക് എടുക്കുന്ന ആളായിരുന്നു. ആ രീതിയിലേക്ക് വന്നു. ഇയാൾ നേരത്തെ ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടോ, റെയിൽവേ ട്രാക്കിൽ കയറി മുഖാമുഖം കണ്ടിട്ട് ആ നിമിഷം പിൻവലിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പം റോയ് ഒരു അത്ര സുതാര്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും.